നമസ്കാരം. ഒരു ചെറിയ ടിപ്പും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നമ്മളെ ജനറൽ ബോഡിയുള്ള പോലെ തന്നെ എപ്പോഴും നമ്മളെല്ലാവരും ഒരു ചെക്കപ്പിന് പോകുന്ന പോലെ തന്നെ അതേ ഇമ്പോർട്ടൻസ് നമ്മളെ വായി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി കൊടുക്കുന്നത് പല പ്രാവശ്യവും നമ്മൾ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ അതത്ര കൺസിഡറേറ്റ് ആയി ചെയ്യുന്നില്ല. വായിൽ എന്ത് തരം റെഗുലറായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് എന്തെങ്കിലും ഒരു ഭാഗത്ത് ചുവപ്പോ അല്ലെങ്കിൽ ഒരു വളർച്ചയോ എന്തെങ്കിലും വായിനുള്ളിൽ കാണുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയി ഡോക്ടർ ആയിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. പല പ്രാവശ്യവും നമ്മൾ പേഷ്യൻസിൽ കാണുന്നത് അവരുടേതായ സമയം കൊടുത്ത് കാണിക്കാൻ മടി കാണിക്കുകയും ഇപ്പൊ വായി ഉണങ്ങാത്ത അൾസർ ഉണ്ടെങ്കിൽ പലതും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നാളെ അത് വേറെ സ്റ്റേജിലേക്ക് പോകുന്നത്. ഈ ഒരു പിക്ചർ ഞാൻ കാണിക്കുന്ന ഒരു പേഷ്യന്റ് വന്നത് ഒരു നാവിൻ്റെ അടുത്തൊരു ഗ്രോത്ത് ആയിട്ടാണ്. ആ ഗ്രോത്തിൽ 1.5-2 വർഷം വെച്ചു. കാരണം എന്താ വെച്ചാൽ പേടി കാരണം. പക്ഷെ അതേസമയം ഇങ്ങനത്തെ ഗ്രോത്തുകൾ വരുമ്പോൾ ഏറ്റവും വേഗം അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നാളെ അതിന്റെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകാണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് അത് എക്സസൈസ് ചെയ്തു, അത് ലേസർ കൊണ്ട് എക്സസൈസ് ചെയ്യാം, ബ്ലേഡ് കൊണ്ട് എക്സസൈസ് ചെയ്തു. അത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉണക്കം കാണാം, എന്തൊരു ഡിഫറൻസ് ആണ്. അത്രയും 1-2 പോലത്തെ ടെൻഷനും എല്ലാം അവോയ്ഡ് ചെയ്യാം ഇമ്മീഡിയറ്റ്ലി. അപ്പൊ എന്ത് തരം ചേഞ്ചസും ഓറൽ ക്യാവിറ്റി വായിൽ കാണുവാണെങ്കിൽ, കളർ ചേഞ്ച് ആയിക്കോട്ടെ, ഉണങ്ങാത്ത അൾസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് കാണുവാണെങ്കിൽ എപ്പോഴും ഇമ്മീഡിയറ്റ്ലി അത് ഡെന്റിസ്റ്റിനെ കാണിക്കുക, കൺസേൺ ഡെന്റൽ സർജനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ആലോചിക്കേണ്ടത് ഓറൽ ക്യാവിറ്റി ഈസ് എ മിറർ ഓഫ് സിസ്റ്റമിക് ഡിസീസസ്. ബാക്കി ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ ഇതും റെഗുലറായി നിങ്ങൾ ചെക്ക് ചെയ്താൽ ഭാവിയിൽ നമുക്ക് ഫെർദർ ആയിട്ടുള്ള പ്രിവെന്റീവ് ആയിട്ട് പല കാര്യങ്ങളിലേക്ക് നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റും. താങ്ക് യു.